സ്വാഗതം. സയന ടാരോ റീഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ടാരോ കാർഡിനോട് താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അടുത്ത് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ള 3 കാർഡ് എടുക്കാം. പാസ്റ്റ് എന്ന് പറയുന്നത് ഭൂതകാലത്തിൽ എന്ത് കാര്യമാണ് നമ്മളിപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മാനസികമായിട്ടുള്ളത് എന്താണ്. ഫ്യൂച്ചർ എന്ന് പറയുന്ന അടുത്ത് തന്നെ നമ്മൾ എവിടേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഭൂതകാലത്തിൽ എന്താണ് നമ്മളെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യുവർ ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇത് പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൽ പോസിറ്റീവായിട്ടാണ് സന്ദേശം പറയുന്നെങ്കിലും ഒരു പക്ഷേ നമുക്കത് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാർഡ് കാണുന്നത്. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്ന് പറയുന്ന കാർഡാണ്. മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേറ്റ് ചെയ്യാന്ന് നമുക്കറിയാം, ധ്യാനിക്കുകയും ആഴത്തിൽ ചിന്തിക്കുവാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ എന്തെങ്കിലും ഫലം അനുഭവിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാനും കണ്ടംപ്ലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇറ്റ്സ് എ കാർഡ് ഓഫ് എ ടൈം ഫോർ ഹീലിംഗ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രതിസന്ധിയോ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും വെല്ലുവിളി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ഫേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ചന്ദ്രൻ്റെ ഇത് മാറുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിനൊരു ഹീലിംഗ് കിട്ടും, ഒരു മാറ്റം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, പോസിറ്റീവായിട്ടൊരു കാർഡാണ് വന്നിട്ടുള്ളത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. താങ്ക് യു.